ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയണ്ടേ? വെയ്റ്റ് ലോസ് ജേർണി ഓഫ് മൈൻ. എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിനെ പറ്റിയിട്ടാണ് കേട്ടോ. വെയ്റ്റ് ലോസ് ജേർണി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ 3 സ്റ്റേജുകളിലാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തൈറോയിഡിൻ്റെ അസുഖം വന്നപ്പം, 2 സ്റ്റേജുകൾ പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ തൈറോയിഡിൻ്റെ എനിക്ക് ഹൈപ്പോ തൈറോയിഡിസമാണ് എനിക്ക് ഡിറ്റക്ട് ചെയ്തത്, അതും എൻ്റെ 17 ഇയേഴ്സിൽ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് എബ്രോഡായിരുന്നു, ഞാൻ എൻ്റെ +2 അവിടെയായിരുന്നു ചെയ്തത്. അപ്പം അവിടെ ഞാൻ പോയി കഴിഞ്ഞപ്പം ഞാൻ വളരെയധികം ഫുഡി ആയിരുന്നു. ഇപ്പോഴിത്തിരി കുറച്ചെന്ന് വേണം പറയാൻ. അപ്പം എനിക്ക് ഈ ചോക്ലേറ്റ്സും ജ്യൂസസും പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ഫുഡും കാര്യങ്ങളും പിന്നെ ക്ലൈമറ്റിക്കിൻ്റെ ചേഞ്ച് എല്ലാ കാര്യങ്ങളും കൂടി ആയപ്പം എൻ്റെ ബോഡിയുടെ സന്തുലിതാവസ്ഥ അങ്ങോട്ട് തെറ്റിപ്പോയി എന്ന് വേണം പറയാൻ. പിന്നെ എൻ്റെ സ്വഭാവം കൂടി ആയപ്പം കണ്ടതെല്ലാം വലിച്ചു വരുത്തുന്നു. ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഞാൻ കരുതി അങ്ങോട്ട് വെളുത്ത് തുടുത്ത് അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ട് പണ്ടാറമാവുമെന്ന് കരുതി. പക്ഷേ അതിന് പകരം എൻ്റെ ബോഡിയാണ് അങ്ങോട്ട് തുടുത്തു പോയത്. അന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ലെന്ന് വേണം സത്യം. അവർക്ക് മനസ്സിലാവാത്തതാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചതാണോ എന്നറിയത്തില്ല. എൻ്റെ കൂടെയുള്ളവരാരും എനിക്ക് തടി വെച്ചെന്ന് പറഞ്ഞില്ല. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഡ്രസ്സുകൾ അവിടുത്തെ സ്കൂളിൽ, അവിടുത്തെ +2 സ്കൂളിൽ ഓണ സെലിബ്രേഷനൊക്കെ ഇടാൻ പോയപ്പോഴൊക്കെ ഓണ സെലിബ്രേഷൻ അല്ല, ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. കാരണം അവിടെ ഓണത്തിനൊക്കെ അവിടെ അവധിയാണ്. കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ എബ്രോഡ് പൊതുവെ അവധിയാണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല. എൻ്റെ തല വരെ കഴുത്ത് വരെ കിടക്കുന്നുണ്ട്, അതിനുശേഷം അങ്ങോട്ട് താഴോട്ട് കിടക്കുന്നില്ല. ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്, ദൈവമേ ഇതെന്താ പിടിവിട്ട് പോവുകയാണല്ലോ സംഭവം, ബോഡി അങ്ങോട്ട് വിട്ട് കൈവിട്ട് പോവുകയാണല്ലോ എന്ന് ഓർത്തത്. അപ്പം ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചു, അമ്മ വണ്ണം വെച്ചോ? എവിടെന്ന്, എന്ത് വണ്ണം? വണ്ണോ, ഇതാണോ വണ്ണം? ഓൻ കഴിക്കുമോനെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് നല്ല ഫുഡ് തരും. ഞാനും വേണ്ടെന്ന് വെക്കത്തില്ല, അന്ന് അമ്മ തരുന്ന കാര്യത്തിൽ കുറവും കാണിക്കത്തില്ല. ഇങ്ങനെ രണ്ടുപേരും മത്സരിച്ച് ഫുഡും തീറ്റിച്ച് അങ്ങനെ അങ്ങോട്ട് ആയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ബോഡി അങ്ങോട്ട് പണ്ടാറടങ്ങി എന്ന് വേണം പറയാൻ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ശ്രദ്ധിച്ചില്ല, മേ ബി ആ പ്രായത്തിൻ്റെ ആയിരിക്കണം, അങ്ങ് ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം, എപ്പോഴും ഭയങ്കര എപ്പോഴും ഫാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ഷീണമാണ് എനിക്ക്. എപ്പോഴും ഇരുന്നിടത്തിരുന്ന് ഉറങ്ങാൻ തോന്നും. പിന്നെ അതുപോലെ തന്നെ ഓർമ്മക്കുറവും ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോൾ നോക്കിയാലും ഒരുമാതിരി അവസ്ഥ, അങ്ങനെ അരക്ഷിതാവസ്ഥയാണ് എനിക്ക് എന്നിൽ തന്നെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് മുടി പോലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മേ ബി അവിടുത്തെ ഫുഡ് കഴിക്കലിൻ്റെയും, കാരണം അത്തരം നമ്മൾ പ്രോട്ടീൻ, അന്നൊക്കെ ഞാൻ ചിക്കനൊക്കെ കഴിക്കുമായിരുന്നു, ബീഫല്ല ചിക്കൻ കഴിക്കുമായിരുന്നു. മേ ബി അതിൻ്റെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നല്ലവണ്ണം മുടിയും കാര്യങ്ങളൊക്കെ എനിക്ക് പോലുണ്ടായിരുന്നില്ല. പിന്നെ ഏജിൻ്റെ ആണോ എന്നും എനിക്കറിയില്ല. അങ്ങനെ വേറെ ഇഷ്യൂസ്, പക്ഷേ ഇതാണ് പ്രശ്നം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി കേട്ടോ. അങ്ങനെ ഒരു ഫെബ്രുവരിയാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ബോർഡ് എക്സാം വരാൻ പോകുന്നു മാർച്ചിൽ. ഫെബ്രുവരി ഇങ്ങനെ നമുക്കിങ്ങനെ സ്റ്റഡി ലീവ് വന്നപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്താണ്. കാരണം അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, സെയിം തന്നെ ഹൈപ്പോ തൈറോയിഡിസും ആണ്. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ ദേഷ്യം വരും, പിന്നെ സങ്കടം, ഇതൊക്കെ എൻ്റെ എക്സ്ട്രീം ലെവൽ. അപ്പം എനിക്കൊരു ഡൗട്ട്, അമ്മയ്ക്കൊക്കെ ഒരു ഡൗട്ട് തോന്നി. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസം ഡിറ്റക്റ്റഡ് ആണ്. ഹൈപ്പോ തൈറോയിഡിസം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ഹൈപ്പോ തൈറോയിഡിസത്തിന് അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കണ്ടെങ്കിലും അവിടുത്തെ മെഡിക്കേഷൻ എന്തോ പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കേഷൻ്റെ ആ ഒരു ലെവല് കറക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ എനിക്ക് നാട്ടിൽ, ഞാനപ്പം ഭാഗ്യത്തിന് ആ എക്സാം കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു 2 ദിവസത്തിന് ശേഷം തന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് പോന്നിട്ട് ഇവിടുത്തെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എന്നെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്നെ കണ്ടപ്പോൾ. ഞാൻ ഞാനായിരുന്നില്ല, ഒരു ആനയുടെ അത്ര ഉണ്ടായിരുന്നു എൻ്റെ വലിപ്പം, അത്രമാത്രം. ഹൈറ്റും കൂടി ഇല്ലാത്ത കൊണ്ടിട്ടുണ്ടല്ലോ ഒരുമാതിരി സങ്കടമുള്ള അവസ്ഥ. എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു എന്നെ കണ്ടപ്പം. പക്ഷെ അങ്ങനെ സങ്കടപ്പെട്ടപ്പോഴല്ലോ എനിക്കുണ്ടായ മാനസികാവസ്ഥ, ഇത് കാണുന്നവരോട്, നിങ്ങളുടെ ആ സങ്കടം എന്നിലുണ്ടായ ആഘാതം ഒരുപാടായിരുന്നു. ഹൃദയാഘാതം ഇന്നായിരുന്നെങ്കിൽ എനിക്ക് വന്നേനെ. അയ്യോ, കാണുന്നവരെല്ലാവരും സ്നേഹം കൊണ്ടാണെന്ന് തോന്നണം. അയ്യോ എന്ത് പറ്റി മോളെ, എന്ത് പറ്റി, തടിച്ച് അങ്ങോട്ട് വല്ലാണ്ടായല്ലോ, അയ്യോ കഴുത്തൊക്കെ കറുത്തു പോയല്ലോ, ഇതെന്ത് കോലോ ഇത് മോളെ, അയ്യോ ഇത് ഗൾഫിലാണോ പോയതോ അല്ലെങ്കിൽ വല്ലയിടത്തും വീട്ടുപണിക്ക് പോയതോ എന്ന് വരെ ചോദിച്ചവരുണ്ട് ഞാൻ കേൾക്കാതെ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. വെളുത്ത് തുടുത്തു പാറി വരും എന്ന് പറഞ്ഞ് പോയ ഞാൻ വന്ന കോലം ഇതാണ്. ഉടനെ എൻ്റെ വീട്ടിൽ വന്നപ്പം എൻ്റെ അപ്പാപ്പനും അമ്മമ്മയൊക്കെ എന്നെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു, എൻഡോക്രൈനോളജിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേറൊന്നുമല്ല, മെയിനായിട്ട് കാണിച്ചത് എൻ്റെ പീരീഡ്സൊക്കെ നിന്നുപോയി. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ പീരീഡ്സും കാര്യങ്ങളെല്ലാം നിന്നുപോയി. കാരണം ബോഡി മൊത്തം തളർത്തിട്ട് കിടക്കുക, ഫാറ്റൊക്കെ അടിഞ്ഞ് PCOD വന്നു. അങ്ങനെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പം ഡോക്ടർ മെഡിക്കേഷൻ്റെ അളവ് മൊത്തം
മൊത്തം അങ്ങോട്ട് മാറ്റി. അങ്ങനെ ആ മെഡിക്കേഷൻ, പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു വണ്ണം കുറയ്ക്കണം, ഒരു 10 kg ടൈം എടുത്ത് കുറയ്ക്കുക കുട്ടി, ദയവായിട്ട് ചോക്ലേറ്റ്സോ അതുപോലെ ഫാറ്റി ആയിട്ടുള്ള മറ്റേ എന്താ പറയുക പ്രോസസ്ഡ് ഫുഡോ കാര്യങ്ങളോ ഒന്നും കുറച്ച് നാളത്തേക്കൊന്ന് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറ്റീഷ്യൻ്റെ അടുത്ത് വിടുമല്ലോ. അപ്പോൾ ഒരു ചാർട്ട് തന്നു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയലും പിന്നെ എന്താ പറയുന്നത് ആകെ കൂടെ മനസ്സിന് താളം തെറ്റി. അങ്ങനെ ഞാൻ വേറൊന്നും ചെയ്തില്ല, ഡോക്ടർ തന്ന ചാർട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഫോളോ ചെയ്തത്. ഞാൻ എൻ്റേതായൊരു ഡയറ്റിങ് അങ്ങ് എടുത്തു. എൻ്റെ വിചാരം അന്ന് ഡയറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടക്കുക എന്നുള്ളതാണ് ഡയറ്റിംഗ് എന്നാണ് വിചാരം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പുറത്തുനിന്ന് കേൾക്കുന്ന ആ ഒരു കാര്യങ്ങളും വണ്ണം എവിടെ ചെന്നാലും വണ്ണം. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാണ്ടായി, ആരെങ്കിലും ഗസ്റ്റ് വന്ന് ഓടി ഞാൻ മുകളിൽ കയറി റൂം അടച്ചിരിക്കും. പഠിക്കുകയാണെന്ന് പറയും, എന്ത് പഠിക്കുക, അവിടെ ഇരുന്നിട്ട് അവർ പോണത് വരെ ഇപ്പോഴാണ് എന്താ പോവാത്തത്, എന്താ ഈ പണ്ടറങ്ങൾ പോവാത്തതെന്നാണ് മനസ്സിൽ വിചാരിക്കുക. കാരണം പോയാലും എനിക്ക് താഴ്ത്തിറങ്ങാൻ പറ്റുള്ളൂ, എന്നെ കാണുമ്പോൾ തന്നെ തുടങ്ങുമല്ലോ തടി എന്ന് പറഞ്ഞിട്ട്. കാരണം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവരും കാണുന്നത് എന്നെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കോലത്തിൽ അവർ കാണുന്നതും. അങ്ങനെ ഞാനപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഞാൻ കരുതി വണ്ണം കുറയ്ക്കണം. ഈ ചാർട്ടൊന്നും എനിക്ക് പോരാ, കാരണം ചാർട്ടിൽ വെച്ചിട്ടുള്ള രീതി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഞാൻ തടി വെക്കുമെന്ന് എനിക്കറിയാം, എക്സ്ട്രാ പിന്നെയും ഞാൻ എൻ്റെ ബോഡിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഞാൻ അന്നെടുത്ത ഡയറ്റ് പാറ്റേൺ ഉണ്ടല്ലോ ഭയങ്കര റോങ് ആയിരുന്നു. അതിനുള്ള എനിക്ക് എൻ്റെ ലൈഫിൽ വന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി അങ്ങോട്ട് പോയി. അതായത് ഹൈപ്പോതൈറോയിഡിസം വന്നതുകൊണ്ടിട്ടല്ല മുടി പോയത്, അതിനുശേഷം ഞാനെടുത്ത ഡയറ്റ്, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല, പിന്നെ കഴിക്കുന്നതെന്ന് പറഞ്ഞൊരു ഉച്ചയാകുമ്പോൾ അത്ര നേരം പിടിച്ച് നിൽക്കും, വല്ല കട്ടൻ ചായ എന്തെങ്കിലും കഴിച്ചാലായി, പിന്നെ ഒരു ഏത്തപ്പഴമുള്ള ചിങ്ങമ്പഴം ഉച്ചയാകുമ്പോൾ കഴിക്കും, പിന്നെ വൈകിട്ട് ഒരു ബ്രെഡ്. ഇങ്ങനെ ഞാനൊരു മാസത്തോളം എനിക്ക് തോന്നുന്നു ആ പ്രായത്തിൻ്റെയാണെന്ന് തോന്നുന്നു പിടിച്ച് ഞാൻ നിന്നു. എന്താണെന്നറിയത്തില്ല, എനിക്ക് തലവേദന ഇല്ലാത്ത ബുദ്ധിമുട്ടില്ല, എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഫുഡ് ഞാൻ കഴിക്കില്ല. അങ്ങനെ എനിക്ക് പനിയൊക്കെ വന്നു, എൻ്റെ ഇമ്മ്യൂണിറ്റി പ്രശ്നമായി, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഇതിനിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്ന കൊണ്ടിട്ടും പിന്നെ ബോഡിയിലെ ഫാറ്റൊക്കെ പോയത് കൊണ്ടിട്ടും എൻ്റെ പീരീഡ്സും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ബാക്ക് ടു നോർമലായതിനു ശേഷം ഞാൻ ഫുഡെല്ലാം കഴിച്ചു തുടങ്ങി. പക്ഷേ അതൊരു തെറ്റായ ഡയറ്റ് പാറ്റേൺ ആയിരുന്നു. എൻ്റെ മുടി പോയി, എൻ്റെ കണ്ണിൻ്റെ വട്ടത്തിൽ കറുപ്പ് വന്നു, ആകെ കൂടെ കവിളക്കുട്ടി വൃത്തികെട്ട അവസ്ഥയായി. പിന്നെ ഞാൻ ഈ ഫുഡെല്ലാം കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ പണ്ടത്തെ പോലെ ഏകദേശമായി വന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ കോഴ്സ് കഴിച്ചിരുന്ന സമയത്തൊക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു, നല്ല ഫുഡ് അടിയായിരുന്നു. എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ റൂംമേറ്റ് അശ്വിനിക്കറിയാം, ഞങ്ങൾ ടെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് അടിച്ചിട്ടാണ് ഞങ്ങൾ തീർക്കുന്നത്. ടെൻഷൻ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ മതിൽ ചാടിയിട്ടുണ്ട്. കാരണം ഹോസ്റ്റൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, വിമൻസ് കോളേജാണ്, റിസ്ട്രിക്റ്റും കൂടെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് വിശക്കുമ്പോൾ ഹോസ്റ്റലിൽ മിതമായ ഫുഡല്ലേ, ആ പ്രായത്തിൽ നമുക്ക് മിതമായ ഫുഡൊന്നും പറ്റില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീലം എനിക്കും എൻ്റെ പറ്റിയ റൂംമേറ്റും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ചാടിപ്പോയിട്ട് ഞങ്ങൾ പിടിച്ചിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കാൻ പോയതാണ് കേട്ടോ, വേറെ ഒന്നിനും പോയതല്ല. അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതിനിടയിൽ പിന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി. എന്നിരുന്നാൽ തന്നെയും ആ ഒരു മുടിയുടെ ആ ഒരു പ്രശ്നമില്ല, മുടി പോവലില്ല, പക്ഷേ ആ ഒരു ഇതില്ലേ നമ്മളുടെ കഷണ്ടി കാണുന്ന രീതി, അതങ്ങോട്ട് പിന്നെ സോൾവ് ആയില്ല എന്ന് പറയാൻ ആ ഒരു പ്രശ്നം പോലെ ആ പോയ മുടി പോയത് തന്നെയായിരുന്നു, പിന്നെ വന്നില്ല, എത്രയൊക്കെ ഫുഡ് കഴിച്ചിട്ടും വന്നില്ല. അതാണ് എനിക്ക് ആദ്യം ഉണ്ടായ നഷ്ടം. ഈ ഒരു ഡയറ്റ് പാറ്റേൺ എടുത്തതിൽ എനിക്ക് വന്ന നഷ്ടം. കണ്ണിൻ്റെ തടത്തിലെ കറുപ്പൊക്കെ മാറി പിന്നെ ഭക്ഷണം കഴിച്ചൊക്കെ തുടങ്ങിയപ്പം. അതുകൊണ്ട് ദയവായിട്ട് ആരും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കേണ്ട കേട്ടോ. അങ്ങനെ കുറയ്ക്കുന്നവരില്ലായിരിക്കാം ഇപ്പം, പക്ഷെ അങ്ങനെ നിങ്ങളോട് നാട്ടുകാർ പറഞ്ഞത് കേട്ടിട്ടൊക്കെ നിങ്ങളങ്ങനെ കുറയ്ക്കേണ്ട കാര്യമില്ല മക്കളെ. കാരണം അങ്ങനെ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉണ്ടാവേണ്ട നഷ്ടം ആർക്കും നികത്തി തരാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വണ്ണം കുറയ്ക്കുക, ടൈം എടുത്ത് വണ്ണം കുറയ്ക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ വണ്ണം പെട്ടെന്ന് പോയി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിലൊക്കെ പോകുന്നുണ്ടായിരുന്നു, വർക്കിംഗ് ആയിരുന്നു, അപ്പം ഈസി ആയിട്ട് എൻ്റെ പോയി. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു, അങ്ങനത്തെ ഇഷ്യൂസൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷമുള്ള വണ്ണമായിരുന്നു. കാരണം സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു, എൻ്റെ വർക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെയാണ് നല്ല ഗ്യാപ്പ് എടുത്തു. കാരണം എനിക്ക് മെൻ്റലി എനിക്ക് റിലാക്സ് ചെയ്ത് എനിക്ക് ബേബിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നു ആ ടൈമിൽ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനായിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തു. അങ്ങനെ ആ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴും ഞാൻ വെയിറ്റ് കുറച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടൈം എടുത്തിട്ടാണ്. ഞാനൊരു 6 months എടുത്തിട്ടാണ് 5 kg കുറച്ചത്. ഞാൻ ആസ്വദിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു, ഫ്രൂട്ട് ജ്യൂസസും കാര്യങ്ങളൊക്കെ. അതായത് എന്താ പറയണത്, നമുക്ക് കിട്ടുന്ന ഫൈബേഴ്സും പ്രോട്ടീനും കാർബും ഉള്ള ഫുഡുകൾ നല്ലത് കഴിക്കുക. വീട്ടിലെ പുട്ടും കടലയാണെങ്കിലും കുഴപ്പമില്ല, പട്ടിണി കിടക്കാതിരിക്കുക. മുട്ടയൊക്കെ രാവിലെ ഓരോന്ന് വെച്ച് കഴിച്ചു, പാലെല്ലാം കുടിച്ചു. പക്ഷേ എന്നാലും ഒരു 20 minutes വർക്കൗട്ട്. ഞാൻ
90 കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ മോള് ജനിച്ചിട്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വർക്കൗട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ടൈം ആ ഡോക്ടർ ഞാൻ കൺസൾട്ട് ചെയ്തു. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും മുന്നേ തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, വേറെ PCOD കണ്ടീഷനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമൽ ഡെലിവറി ആണല്ലോ, ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ കൂടുതൽ ചെയ്തില്ല. ഫസ്റ്റ് തന്നെ 10 മിനിറ്റ്സ് ചെയ്തു, പിന്നെ അത് തന്നെ ഒരു 2 വീക്സ് പോയി, പിന്നെ 20 മിനിറ്റ്സ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഫുഡ് ഞാൻ കഴിച്ചു, പക്ഷേ ഞാൻ ഇൻ്റർമീഡിയൻ്റ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇൻ്റർമീഡിയൻ്റ് ഡയറ്റിംഗ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനത് കുറേ നാൾക്ക് മുന്നേ ഫോളോ ചെയ്ത പാറ്റേൺ ആയിരുന്നു. ഞാൻ രാവിലെ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും, പക്ഷേ ആ ഫുഡ് എനിക്കൊരു 5 മണിക്കൂറോളം പിന്നെ എനിക്ക് കാര്യമായിട്ട് വിശക്കത്തില്ല. പിന്നെ ഞാൻ അടുത്ത മീലായിട്ട് എന്തെങ്കിലും കഴിക്കുന്നത് വല്ല 5:30 6 മണിക്കൊക്കെ ആയിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 4:30. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പിന്നെ വിശക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എൻ്റെ ബോഡിക്ക് എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായി, കുറച്ചും കൂടി എൻ്റെ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഇത്തിരി കൂടി എളുപ്പമായി കുറച്ചും കൂടെ. അങ്ങനെ ഞാൻ ഒരു 3 മാസം എൻ്റെ ബോഡി വെയിറ്റ് കുറഞ്ഞ് ഇഞ്ചസൊക്കെയാണ് പെട്ടെന്ന് കുറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ 3 മാസത്തിന് ശേഷം ഉണ്ടല്ലോ ബോഡി വെയിറ്റ് കുറയുന്നില്ല, അതേപോലെ തന്നെ ഒരു അറ്റ നിപ്പാണ്. ഞാൻ കരുതി കർത്താവേ പിന്നെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതാണോ ബോഡി വെയിറ്റ് കുറയാത്തതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമല്ല. ആ ഒരു കണ്ടീഷൻ വരും നമ്മുടെ ബോഡിയിൽ. നമ്മുടെ ബോഡി വെയിറ്റ് ഒരു 5 കിലോ ഒക്കെ കുറഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി വെയിറ്റ് ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന ഒരവസ്ഥ വരും. വർക്കൗട്ട് ചെയ്താലും വണ്ണം കുറയത്തില്ല, അതേപോലെ നിൽക്കും, പക്ഷേ ഇഞ്ചസ് കുറയുന്നുണ്ടാവും. അതിന് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്നുള്ളൊരു കണ്ടീഷനാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാലറിയും അതുപോലെ തന്നെ ബേൺ ഔട്ട് ചെയ്യുന്ന കാലറിയും സെയിം റേഷ്യോ വരുമ്പോൾ ഉള്ള ഒരു കാര്യമാണത്. അത് പേടിക്കാനൊന്നുമില്ല. ബേണിങ് ഇൻറ്റേർണലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ. എന്നിരുന്നാൽ തന്നെയും അത് കൂടുതൽ നമ്മളുടെ വെയിറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, പക്ഷെ ബേണിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ടൈം കൊടുക്കുക, തന്നെ കുറഞ്ഞോളൂ. അത് ഇല്ല നമുക്ക് സഡനായിട്ട് റിസൾട്ട് വേണം, അത് നമ്മൾ ചെയ്യുന്നതിന് റിസൾട്ട് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണത് ഒരു 10 മിനിറ്റ് കൂട്ടുക. പിന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാലറി ഒരു 3 ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഡ്ഡലി ആക്കാൻ ശ്രമിക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ടൈം എടുത്ത് കുറഞ്ഞോട്ടേന്നേ. നമുക്ക് പോയിട്ട് നിർബന്ധമൊന്നുമില്ലല്ലോ പെട്ടെന്ന് കുറഞ്ഞ് നമുക്ക് വേറെ മത്സരിക്കാനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. നല്ല എൻജോയ് ചെയ്ത് കുറയ്ക്കുക. എൻജോയ് ചെയ്ത് കുറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗുണങ്ങളുണ്ട്. നമുക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞ് കുറയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആൻസൈറ്റി ഉണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പൊതുവെ എനിക്കുണ്ടാവാറുണ്ട് ദേഷ്യവും. മറ്റുള്ളവർ നല്ല ഫുഡ് തിന്നുന്നതാണുമ്പോൾ ഞാൻ തിന്നുന്ന തീറ്റ കണ്ടില്ല, ഇന്നൊന്നല്ല കേട്ടോ, ആദ്യം ഞാൻ +2 ശേഷം കുറച്ചപ്പം നമുക്ക് ആ ഒരു ദേഷ്യവും വാശിയൊക്കെ വരും. ഇല്ല നമ്മളെല്ലാം പതിയെ നമ്മൾ ചെറിയ ഫുഡൊക്കെ കഴിച്ച് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ബോഡിക്കും ആവുക ഒരു എന്താ പറയുക ഡിപ്രഷനോ കാര്യങ്ങളോ നമ്മുടെ മൈൻഡിലും കാണത്തില്ല. നല്ല കൂളായിട്ടുള്ള മൈൻഡിൽ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ കരുതി ഓക്കെ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റേജാണ്. അപ്പം ഞാൻ ചെയ്തത് വേറൊന്നുമല്ല, ഫുഡ് അതുപോലെ തന്നെ എടുത്തു. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു മോൾക്കൊരു 8 months ഒക്കെ ആയി. അപ്പം ഞാൻ കുറച്ചും കൂടെ നേരം വർക്കൗട്ട് ചെയ്തു. മറ്റേ ട്രെഡ്മില്ലും കൂടെ അതിൽ എക്സ്ട്രാ അഡീഷണൽ ഞാൻ ചെയ്തു. അപ്പം കുറച്ചും കൂടെ വെയിറ്റ് എൻ്റെ കുറഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പം വെയിറ്റ് ലോസ് സ്റ്റക്കായാൽ പേടിക്കേണ്ട, അത് കുറഞ്ഞോളും. നിങ്ങളുടെ ബോഡിക്ക് ഒരു കുഴപ്പമില്ല, ഫാറ്റ് ബേണിങ് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം നമ്മൾ 1 മാസം അല്ലെങ്കിൽ ചിലവർക്കാണ് 1 മാസം, ചിലവർ ഭാഗ്യവാന്മാരാണേ, ചിലർ പെട്ടെന്ന് കുറയും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. 1 മാസം നമ്മുടെ ബോഡി അനങ്ങത്തില്ല, അങ്ങ് നിൽക്കും. 1 മാസം അല്ല 2 ആഴ്ചത്തേക്ക് ബോഡി അനങ്ങത്തില്ല, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് കരുതി ഈ പണ്ടാരം എന്താ ബോഡി അനങ്ങുന്നില്ല, അപ്പം നമുക്ക് കരുതി വേണ്ട അങ്ങ് വിട്ട് കളഞ്ഞേക്കാം, ഈ പണിക്ക് പോകണ്ട, നമുക്ക് പറ്റിയ പണിയൊന്നുമല്ല. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പാകമാവുന്നുണ്ടെങ്കിൽ, ചെറുതായിട്ടൊക്കെ കിടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇഞ്ചസ് കുറയുന്നുണ്ടോ എന്നൊരു മെഷറിംഗ് ടേപ്പ് എടുത്ത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് നടക്കുന്ന വേറൊന്നുമല്ല, നമ്മളുടെ ഫാറ്റ് ബേണിങ് നടക്കുന്നുണ്ട്. അവിടെ ഫാറ്റ് ബേണിങ് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മളുടെ മസിലിൻ്റെ ആ ഒരു മസിൽ നമുക്ക് ടോൺ ചെയ്യുന്നില്ല. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ മസിൽ ടോണിങ് നടക്കുന്നുണ്ട്. അപ്പോൾ മസിലിൻ്റെ ആ ഒരു വരുന്നതാണ്, ആ മസിൽ വെയിറ്റാണ് ആ കാണിക്കുന്നത്. ഓക്കെ, ബോൺ വെയിറ്റോ മസിൽ വെയിറ്റോ ആണ്, അല്ലാണ്ട് ഫാറ്റ് ബേണിങ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ കുറഞ്ഞില്ലെങ്കിലും ആരും അതിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 2 ആഴ്ചക്ക് അങ്ങനെ ആയിരിക്കും. എൻ്റെ ബോഡി ടൈപ്പ് ഉള്ളവരുടെ കാര്യം പറയുന്നത്. ചിലവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടപ്പയെന്ന് പറഞ്ഞ് കുറയും, ജസ്റ്റ് ഒന്ന് ഫുഡ് കുറച്ചാൽ മതി. ദേ ആർ വെരി ലക്കി, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ
അടുത്ത എന്താ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ 2 കണ്ടീഷനാണ്. പിന്നെ ഈ ഹൈപ്പോതൈറോയിഡിസം കാര്യങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വെയിറ്റ് കുറയില്ലെന്നല്ല, അവരുടെ കുറയും. നോർമൽ ആളുകൾക്ക്, അതായത് ഇങ്ങനത്തെ കണ്ടീഷനൊന്നും ഇല്ലാത്തവർക്ക് ഒരു 2 മാസം കൊണ്ട് കുറയുന്ന വെയിറ്റ് ആണെങ്കിൽ നമ്മളുടെ ഒരു 4 മാസം എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ പണിയിൽ നിന്ന് പോകേണ്ട, കുറയും. വേറെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളുടെ ഒരു പാന് നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്യാസ് സ്റ്റൗവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അത് പെട്ടെന്ന് തിളച്ചു പോകും. അതാണ് നോർമൽ ബോഡി. നമ്മളുടെ ആളുകളാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളുടെ ഹൈപ്പോതൈറോയിഡിസം ഉള്ളൊരു പേഷ്യൻറ്റിൻ്റെ ബോഡിയുടെ നേച്ചർ ഞാൻ പറയാം. ലോ ഫ്ലെയിമിൽ ഇടുക, അതിനുശേഷം നമ്മൾ പാൻ വെക്കുക, അപ്പോൾ പാല് തിളച്ചു പോകുമോ, പതിയെ പതിയെ പാല് തിളയ്ക്കത്തുള്ളൂ. ഇതാണ് ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻറ്റിൻ്റെ ബോഡി. ഓക്കെ.